ഹായ്. അങ്ങനെ കാർ വാഷിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീക്കെൻഡിൽ എല്ലാ ആഴ്ചയിലും തന്നെ സാധാരണ പോകാറുള്ള പോലെ ഇന്നും ഒരു വൺ ഡേ ട്രിപ്പ് എന്ന രീതിയിൽ പോയത് രാമക്കൽമേട്ടിലേക്കായിരുന്നു കേട്ടോ. രാമക്കൽമേട് പോകാനായിട്ട് തീരുമാനിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി ഇങ്ങനെ ഈ കാറ്റാടിപ്പാടത്തിലേക്ക് എല്ലാ തവണയും കയറിപ്പോവും. നേരെ രാമക്കൽമേട് എന്ന് തീരുമാനിച്ചാൽ കൂടെ അറിയാണ്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കൂടെയാണ് ഈ കാറ്റാടിപ്പാടം. ഇന്ന് വന്ന സമയം നല്ല സമയമാണ്. കാരണം വെച്ചാൽ നല്ല കാറ്റും കോടയും എന്താ പറയുന്നത്, മഴയില്ലാത്ത നല്ലൊരു കാലാവസ്ഥ കിട്ടി. അങ്ങനെ താഴോട്ട് പോകുമ്പോഴാണ് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കാറ്റാടി അത് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ കണ്ടത്. ഒരുപാട് കാലത്തെ ആഗ്രഹമായി ഇതിൻ്റെ അകത്തൊന്ന് കയറണം, ഒന്ന് കാണണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ആ ഓപ്പറേറ്ററോട് ചോദിച്ചു, ഇങ്ങനെ അകത്ത് കയറി കാണുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൾറെഡി മേളിൽ 7 പേരുണ്ട്, അവരൊന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പതിയെ അകത്തേക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ അടുത്ത് ചെല്ലും തോറും ഇതിൻ്റെ വലിപ്പം കാണുമ്പോൾ പേടി തോന്നി. ഞാനങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ച് അകത്ത് കയറി കേട്ടോ. നല്ല നമ്മൾ എന്താ പറയുക, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്ന് കാണണമെന്ന്, എന്താണ് ഇതിന് നടക്കുന്നതൊക്കെ. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴാണ് അകത്തേക്ക് മേളിൽ കയറിപ്പോയി പണിയെടുക്കാനായിട്ട് ആകെപ്പാടെ ഈ ഒരു ഗോണി മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു റോപ്പും. ഈ റോപ്പിലൂടെയാണ് നമ്മൾ ടൂൾസ് കാര്യങ്ങളൊക്കെ മേളിലേക്ക് എത്തിക്കുന്നതും. മേളിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റോപ്പ് വഴിയാണ് താഴേക്ക് ടൂൾസ് അതേപോലെ എന്തെങ്കിലും മെഷീനറീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഴിച്ച് താഴോട്ട് വിടരുത്. ഇതിനകത്ത് പവർ യൂണിറ്റ് അതേപോലെ മേലോട്ട് പോകുമ്പം കാഴ്ച നമുക്ക് ഒട്ടും വെട്ടമില്ലാതിരിക്കാനായിട്ട് അതിനകത്ത് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വർക്കിലല്ല, ഇപ്പം എന്തോ കംപ്ലൈൻറ്റൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉടനെ തന്നെ ഇത് റെഡിയാകുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ചെറിയ ലൈറ്റുകളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് മേളോട്ട് ഇങ്ങനെ പോകാനായിട്ട്. മേളോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് മേളുവശം കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ, അത്ര ഇരുട്ടാണ്. കാരണം 5 നില 6 നിലയുടെ പൊക്കമുണ്ട് എങ്ങനെയായാലും. അപ്പോൾ എന്തൊക്കെയായാലും വലിയൊരു ഇത്തവണ വന്ന നല്ല ലക്കുള്ള ടൈമായിരുന്നു. ഒന്ന് മഴയില്ലായിരുന്നു, 2 ഇതൊന്ന് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇനി എന്താ പറയുന്നത്, അതിൻ്റെ ഒരു വിഷ്വലും കൂടെ എടുത്തേച്ച് ഞങ്ങൾ പതിയെ തിരിച്ച് രാമക്കൽമേട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തിരിച്ചിങ്ങോട്ട് പോന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് രാമക്കൽമേട്ടിലേക്ക് പോയി. അവിടുത്തെ ഇതുണ്ട്, ഇത് രാമക്കൽമേട്ടിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തമിഴ്നാട് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡാണ് കേട്ടോ. അങ്ങനെ രാമക്കൽമേടിൻ്റെ തൊട്ട് താഴെ വശത്ത് എത്തിയിരിക്കുകയാണ്. വളരെ നല്ല കാറ്റ് വീശുന്നുണ്ട് ഇപ്പം. എന്തൊക്കെയായാലും ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ വന്നത് കേട്ടോ. അങ്ങനെ മുകളിലെത്തി, നല്ല കാറ്റും നല്ല കാഴ്ചയും. മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം ഇതുണ്ടോ, ഇത് രാമക്കൽമേടിൻ്റെ ടോപ്പിൽ കയറി നിന്നതിന് ശേഷമുള്ള 360 വ്യൂ കേട്ടോ. അടിപൊളിയാണ്. ഇതൊക്കെ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ചെറുപ്പം മുതലേ വരുന്നുണ്ട്, പക്ഷേ ഓരോ തവണ വരുമ്പോഴും വീണ്ടും വീണ്ടും ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാമക്കൽമേടിൻ്റെ ഏറ്റവും മുകളിൽ, ആ കല്ലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു കമ്പിയാണ് കേട്ടോ, അത് വാർത്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പോരുമ്പോഴാണ് കാണുന്നത് ഇതേപോലത്തെ അവസ്ഥ. ഇത്രയും നല്ല ടൂറിസ്റ്റ് പ്ലേസിനെ നശിപ്പിക്കാനായിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടൊരു കാര്യമാണ്. അതിന് എതിരെ അധികാരികൾ പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് കുപ്പികൾ മുഴുവൻ ഇങ്ങനെ ഇട്ട് കണ്ടോ, എന്ന് മാത്രം കുപ്പികൾ ഇട്ടിരിക്കുന്നത് നോക്കി. കുപ്പികൾ അതേപോലെ വേസ്റ്റുകൾ, കുട്ടികളുടെ സ്നഗി വരെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. ഇതൊക്കെ വളരെ മോശമാണ്.